ഈ തംബ്നെയിലിൽ കാണിച്ച പോലെ തന്നെ എനിക്ക് പോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഞാനത് മാറ്റിയത് ഈ ഉലുവ ചായ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് അതിലൊരു കുറച്ചും കൂടി തേയിലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് 1 സ്പൂണിൻ്റെ 2 സ്പൂൺ ഉലുവ എന്ന കണക്കിലാണ്. അങ്ങനെ ഉലുവയും എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് അത് നല്ലപോലെ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ കുതിരാൻ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഉലുവ നല്ലപോലെ കുതിർന്ന വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇരിക്കും. അപ്പോൾ അത് തിളപ്പിക്കുമ്പോൾ കൂടുതൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. ഞാനിതേപോലെ അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അതായത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതേപോലെ അടച്ചു വെച്ചിട്ട് കിടക്കുന്നതിന് മുന്നേ നല്ലപോലെ തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തലേദിവസം തിളപ്പിച്ച് വെച്ചാണിത്. അപ്പോൾ ഇത് തലേദിവസം തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ആ ഉലുവയെല്ലാം നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉലുവ നല്ലപോലെ ഞെരടി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ആ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിലേക്കൊന്ന് മിക്സ് ആവാനാണ്. പിന്നെ ഇതിൻ്റെ ഈ വേസ്റ്റ് നമ്മൾ അരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം, അല്ലെങ്കിൽ നമുക്ക് തലയിലൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്യാവുന്ന നല്ലതാണ്. ഞാനിത് നല്ലപോലെ ഞെരടി അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി മുടി എനിക്ക് കൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ 2-3 മുടിയൊക്കെ മാത്രമേ കൊഴിയുന്നുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കൊന്നുമല്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മാസം 1.5 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുളിക്കുന്നതിന് മുന്നേ അരമണിക്കൂറൊക്കെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. ഞാൻ രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാവിലെ സ്പ്രേ ചെയ്തിട്ട് കുളിക്കുന്നതിന് കുറേ സമയം വെച്ചുകൊണ്ടിരിക്കും. അതായത് അത് വലിയുന്നതിനനുസരിച്ച് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ജലദോഷമോ തലനീര് ഇറക്കമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് പഴയൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രേ ബോട്ടിലായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമുണ്ട്. ഞാനിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുടിയിലെല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിലിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ അതൊക്കെ കഴുകി എടുത്താലും മതി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഉണ്ട് ബാക്കി. ഇത് നമുക്ക് മിച്ചമുള്ളത് 2 ദിവസമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ ഒരു വൈഡായിട്ടുള്ളൊരു കോമ്പെടുത്ത് നല്ലപോലെ ജട കളയുന്നുണ്ട്. അപ്പം അതിന് മുന്നേ കോമ്പ് വെച്ച് ജട കളയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ നെയിൽസ് വെച്ച് തന്നെ നമുക്ക് ജടയെല്ലാം വിടർത്താം. മുടിയിൽ അതായത് മുടിയിൽ എന്തെങ്കിലും ജടയൊക്കെ ഉണ്ടെങ്കിൽ മുടി ഇപ്പോൾ നമ്മൾ ചീപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ആദ്യം ജടയെല്ലാം വിടർത്തി കഴിഞ്ഞിട്ട് മാത്രം ചീപ്പ് വെച്ച് നല്ലപോലെ ചീവി ജടയൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ കാണിച്ചു തരാം. ഞാൻ തലേ ദിവസം കെട്ടി വെച്ചതാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ ഒട്ടും തന്നെയില്ല. ഒരു 4-5 മുടിയേ പൊഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ചീപ്പിലൊരു 4 മുടി കഷ്ടി ഉണ്ടാവുള്ളൂ, അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്കും മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ മുടിയിലേക്ക് നമ്മൾ വകച്ചിലെടുത്തിട്ട് നമുക്ക് ഓരോ വകച്ചിലും സ്പ്രേ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് നമുക്ക് ഹെയറിൽ ഫുള്ളും മസാജ് ചെയ്ത് തല ഫുള്ളും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ഓരോ പോർഷനായിട്ട് എടുത്ത് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലൊരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അധികം സമയമൊന്നും വേണ്ട. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും. ഓരോ പോർഷനായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ തലയോട്ടി ഫുള്ളും കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് മുടിയൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് നല്ലതുപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞ് പുതിയ മുടികളൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഞാനൊരു ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ചെമ്പരത്തി താളിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെമ്പരത്തി താളി ദീദിയുടെ ഷാമ്പുവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് തലയിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ മസാജ് ചെയ്യണം. തല നമ്മൾ മസാജ് ചെയ്യുന്നതിലും കാര്യമുണ്ട്. വേദനിപ്പിക്കരുത്, പക്ഷെ നല്ലൊരു എന്താ പറയുക, നമ്മുടെ കൈ ഇങ്ങനെ റൗണ്ട് സർക്കുലർ മോഷനിൽ നല്ലപോലെ ഇതാവണം. നമുക്ക് ഒരു ഫീൽ ചെയ്യണം. നമ്മൾ ഒരു മസാജ് കിട്ട് നല്ലപോലെ ഫീൽ ചെയ്യിപ്പിച്ച് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അതൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇൻവേർഷൻ മെത്തേഡിലിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻവേർഷൻ മെത്തേഡിൽ ഹെയർ ഇട്ടിട്ട് ഉള്ളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം മുടിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. എൻ്റെ പഴയ മുടിയുടെ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം എനിക്ക് മുടിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് നമ്മളൊരു 3 to 6 മാസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി കൊഴിച്ചിൽ, താരനൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അധികം ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ് ഉലുവയും ചായപ്പൊടിയൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ മസാജ് ചെയ്യുന്നതിലാണ് കാര്യമിരിക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ മസാജ് ചെയ്യുക. ഇൻവേർഷൻ മെത്തേഡിലിട്ട് മുടി ചെയ്യുകയോ മസാജ് ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഞാനിത് നല്ലപോലെ കെട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് കഴിഞ്ഞ് വാഷ്